ഒന്നാമത്തെ ചോദ്യം, അനവധി സമ്പത്തിലും എന്താണ് നല്ലത്? ഉത്തരം, സൽകീർത്തി. ചോദ്യം, വെള്ളിയിലും പൊന്നിലും എന്താണ് നല്ലത്? ഉത്തരം, കൃപ. ചോദ്യം, ആരാണ് അനർത്ഥം കണ്ടു ഒളിച്ചുകൊള്ളുന്നത്? ഉത്തരം, വിവേകമുള്ളവൻ. ചോദ്യം, താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം എന്ത്? ഉത്തരം, ധനവും മാനവും ജീവനും. ചോദ്യം, ആരുടെ വഴിയിലാണ് മുള്ളും കുടുക്കുമുള്ളത്? ഉത്തരം, വക്രന്റെ. ചോദ്യം, വൃദ്ധനായാലും വിട്ടുമാറാതിരിക്കേണ്ടതിനു ആരെയാണ് നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കേണ്ടത്? ഉത്തരം, ബാലൻ. ചോദ്യം, ദരിദ്രന്മാരെ ഭരിക്കുന്നതാര്? ഉത്തരം, ധനവാൻ. ചോദ്യം, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവൻ ആരാണ്? ഉത്തരം, ദാസൻ. ചോദ്യം, നീതികേടു വിതയ്ക്കുന്നവൻ എന്താണ് കൊയ്യുന്നത്? ഉത്തരം, ആപത്ത്. ചോദ്യം, ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? ഉത്തരം, ദയാകടാക്ഷമുള്ളവൻ. ചോദ്യം, ആരെ നീക്കിക്കളയുമ്പോഴാണ് കലഹവും നിന്ദയും നിന്നുപോകുന്നത്? ഉത്തരം, പരിഹാസിയെ. ചോദ്യം, എന്ത് ഇഷ്ടപ്പെടുന്നവനാണ് അധരലാവണ്യമുള്ളത്? ഉത്തരം, ഹൃദയശുദ്ധി. ചോദ്യം, തന്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്കു കൊടുക്കുന്നതാര്? ഉത്തരം, ദയാകടാക്ഷമുള്ളവൻ. ചോദ്യം, യഹോവയുടെ കണ്ണ് ആരെയാണ് കാക്കുന്നത്? ഉത്തരം, പരിജ്ഞാനമുള്ളവനെ. ചോദ്യം, വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരുമെന്ന് പറയുന്നതാര്? ഉത്തരം, മടിയൻ. ചോദ്യം, ശിക്ഷയ്ക്കുള്ള വടി എന്താണ് ബാലനിൽ നിന്ന് അകറ്റിക്കളയുന്നത്? ഉത്തരം, ഭോഷത്വം. ചോദ്യം, ആദായം ഉണ്ടാക്കേണ്ടതിന് ആരെ പീഡിപ്പിക്കുന്നവനാണ് മുട്ടുള്ളവനായിത്തീരുന്നത്? ഉത്തരം, എളിയവനെ. ചോദ്യം, ആരോടാണ് സഖിത്വമരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, കോപശീലനോടു. ചോദ്യം, നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും ആരുടെ കൂട്ടത്തിലും ആയിപ്പോകരുത് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്? ഉത്തരം, കടത്തിനു ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും. അവസാനത്തെ ചോദ്യം, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ഉത്തരം, രാജാക്കന്മാരുടെ.